നമ്മുടെ പി വി അൻവർ MLAക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും തന്നെ ഇത് അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയുള്ളൂ. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിന് നിരുപാധികമായിട്ടുള്ള ജാമ്യം കൊടുത്തു. ഇതിനെല്ലാം ഇടയായ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കാരണഭൂതനായിട്ടുള്ള പിണറായി വിജയൻ അദ്ദേഹത്തിന് തോന്നി പി വി അൻവറിന് കുറച്ചൊരു കഷ്ടകാലമാണ്, ഇപ്പോൾ അദ്ദേഹം വാർത്തകളിലൊന്നും നിറയുന്നില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തെ ഒന്ന് സഹായിച്ചേക്കാമെന്ന് വിചാരിച്ച് പിണറായി വിജയൻ ഇന്നലെ രാത്രി പോലീസുകാരെ വിട്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാം. അവിടെ ഒരു നിലമ്പൂർ തന്നെയുള്ള ഒരു ആൾ അദ്ദേഹം കാട്ടിലേക്ക് പോയപ്പോൾ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ആ കൊല്ലപ്പെട്ടതിൻ്റെ പ്രതിഷേധവുമായിട്ട് ചെന്ന് DFO ഓഫീസ് തകർത്ത് അകത്ത് കയറിക്കൊണ്ട് ചില ആക്രമണ സംഭവങ്ങളൊക്കെ നടത്തി. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും ഇത് പി വി അൻവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഇതിൻ്റെ പുറകിലുള്ളൊരു പ്രേരണാ കുറ്റമാണ് ചുമത്തിയത്. അപ്പോൾ ആ പ്രേരണാ കുറ്റം വളരെ നിസ്സാരമായിട്ടുള്ള കുറ്റമാണെന്ന് കണ്ടുകൊണ്ടാണ് ഏതാണ്ട് 18 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത് കോടതി വീട്ടിൽ പോയി കൊള്ളാനായിട്ട് ഉത്തരവിട്ടിട്ടുള്ളത്. അതും നിരുപാധികമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് മിക്കവാറും അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ടാവും. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി നിലമ്പൂർ ടൗണിലൊക്കെ നിരവധി DMK പ്രവർത്തകരൊക്കെ തന്നെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു MLA ഒറ്റടിക്ക് നേരിട്ട് വന്നൊന്നും അറസ്റ്റ് ചെയ്യില്ല. കാരണം മുകളിൽ നിന്ന് തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യൂ. അത് മന്ത്രി അറിയാതെ ഒരു കാരണവശാലും ചെയ്യില്ല, ആഭ്യന്തരമന്ത്രി അറിയാതെ ഒരു കാരണവശാലും ചെയ്യില്ല. പണ്ട് ജോപ്പനെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടി അറിയാതെ എന്നൊക്കെ പറഞ്ഞിരുന്നു, തിരുവഞ്ചൂർ അറിയാതെ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പോലും നുണയാണ്. ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ പോലും അങ്ങനെയൊന്നും അറസ്റ്റ് ചെയ്യില്ല. അറസ്റ്റ് ചെയ്യണമെങ്കിൽ മന്ത്രിയുടെ അറിവോട് കൂടിയായിരിക്കണം. അപ്പോൾ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ പി വി അൻവർ ഒന്ന് സഹായിച്ചേക്കാണ്. കാരണം പി വി അൻവർ കഴിഞ്ഞ തവണയൊക്കെ നമുക്കറിയാം അദ്ദേഹം DMKയുമായിട്ടൊരു അലയൻസിന് വേണ്ടി ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. അതിനുശേഷം ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസുമായിട്ടും ഡെറിക് ഒബ്രയനും ഒക്കെ ആയിട്ട് അദ്ദേഹം പല ചർച്ചകൾ നടത്തി, പക്ഷെ അതൊന്നും നടന്നില്ല. അതിനുശേഷം UDFൻ്റെ നേതാക്കളുമായിട്ട് തന്നെ KC വേണുഗോപാലായിട്ടും ചില P അബ്ദുൾ വഹാബുമായിട്ടൊക്കെ അദ്ദേഹം ഡൽഹിയിൽ ചർച്ച നടത്തുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും അദ്ദേഹം ഇവിടെ വന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസങ്ങളിൽ ഒരു വലിയ തോതിലുള്ള പ്രതിഷേധ ജാഥ നടത്താൻ തീരുമാനിച്ചിരുന്നു, വയനാടൊക്കെ തന്നെ. അത് നമ്മുടെ നിയമസഭ ഇപ്പോൾ 17-ാം തീയതി ചേരുകയാണ്. 17-ാം തീയതി ഒരു പുതിയ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ബില്ലിൽ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ചുകൂടി അധികാരങ്ങൾ കൊടുക്കുന്നൊരു ബില്ലാണ്. അപ്പോൾ അധികാരങ്ങൾ കൊടുത്താൽ അത് സാധാരണക്കാരുടെ ജീവിതം വീണ്ടും ദുസ്സഹമാകുമെന്നും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവരെ പീഡിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വലിയ ജാഥയ്ക്ക് വേണ്ടി പ്ലാനിട്ടു. ആ ജാഥയ്ക്ക് വേണ്ടി പ്ലാനിട്ടപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം കോഴിക്കോട് DCC പ്രസിഡൻ്റായിരുന്ന പ്രവീണിനടക്കമാണ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നത്. പിന്നെ ആ ജാഥയിൽ ഇടയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി സമാപന സമ്മേളനത്തിൽ AT മുഹമ്മദ് ബഷീർ അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ ആളുകളൊക്കെ ക്ഷണിച്ചിരുന്നു. അവർ വരാമെന്നൊക്കെ സമ്മതിച്ചിരുന്നു. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ പോസ്റ്ററൊക്കെ ഇറങ്ങിയിരുന്നു. പക്ഷേ ഇവരെല്ലാവരും തന്നെ ഈ ചടങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ഈ ജാഥയിൽ നിന്ന് പിന്മാറിയതിൻ്റെ കാരണം UDF പി വി അൻവറിനെ എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ചില ചർച്ചകളകത്ത് വന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ UDFൽ നിന്ന് തന്നെ ഒരു അകലം പാലിക്കേണ്ടി വന്ന പി വി അൻവർ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു. കാരണം ഒരൊറ്റ രാത്രിയിലെ ഒരു അറസ്റ്റ് കൊണ്ടിട്ട് UDFകാരും പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ്. കാരണം അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ ഞങ്ങളും പി വി അൻവറുമായിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഘടകകക്ഷിയാണ്. കോൺഗ്രസിന് പോലും കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളെ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പി വി അൻവർ ഇപ്പം തന്നെ UDFനകത്തായിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് അനൗദ്യോഗികമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, പകരം പി വി അൻവർ ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് അത് UDFൻ്റെ മുദ്രാവാക്യമാണ്, UDFൻ്റെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും നമുക്ക് പി വി അൻവറിനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. പി വി അൻവറിന് സർവ്വ പിന്തുണയും മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്കറിയാം, രമേശ് ചെന്നിത്തല ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഇത് കാടത്തമാണ്, ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത്. ഒരു MLA തലേദിവസം രാത്രി വീട്ടിൽ വന്ന് 120ഓളം പോലീസുകാർ വളഞ്ഞു വെച്ച് അറസ്റ്റ് ചെയ്യുന്ന കാടത്തമാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല, സുധാകരൻ KPCC പ്രസിഡന്റ്, അദ്ദേഹം വളരെ വലിയ സപ്പോർട്ട് കൊടുത്തിരുന്നു. ഇതെല്ലാറ്റിനും കൂടാതെ മുരളീധരൻ വന്നിട്ട് പറഞ്ഞേക്കുന്നത് ഇത് പിണറായി വിജയൻ കേരള ഹിറ്റ്ലറാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കൂടാതെ ഇപ്പോൾ നമുക്കറിയാലോ ഷിബു ബേബി ജോൺ RSPയുടെ നേതാവാണ്, അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. പിന്നെ CP ജോൺ അതായത് RMB എന്ന് പറഞ്ഞാൽ UDF ഒന്നടങ്കം ഇപ്പോൾ യഥാർത്ഥത്തിൽ പി വി അൻവറിനൊപ്പം നിന്നിരിക്കുന്നു. ഏതാണ്ട് UDFിലേക്കുള്ള ഒരു പ്രവേശനം പി വി അൻവർ ഈ അറസ്റ്റിലൂടെ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഇനി പിടിച്ചു കയറേണ്ടത് പി വി അൻവറിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇനി പി വി അൻവർ എങ്ങനെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ വളർച്ചയൊക്കെ തന്നെ. എന്തായാലും UDFിലേക്കുള്ള ഒരു ബർത്ത് അദ്ദേഹം ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അടിയന്തരമായി ഞായറാഴ്ച കൂടാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് പി വി അൻവറിൻ്റെ വിഷയം ചർച്ച ചെയ്യാനാണ്.
ഏറ്റവും ഒടുവിൽ ഇതിനൊക്കെ കുറച്ചൊന്ന് ഇടഞ്ഞു നിന്നിരുന്ന VD സതീശൻ പോലും ഇപ്പോൾ PV അൻവറിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വേറെ വഴിയില്ല. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPM മനസ്സിലാക്കാതെ പോയ കാര്യം, PV അൻവർ ഉയർത്തിയത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ആ വിഷയം ഉയർത്തുക എന്ന് പറഞ്ഞാൽ UDF എന്നല്ല, അവിടുത്തെ വലിയൊരു ജനവിഭാഗത്തിൻ്റെ പിന്തുണ വയനാട് മുതൽ നിലമ്പൂർ വരെയുള്ള ആളുകളിൽ നിന്ന് PV അൻവർ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ 9 പേരെ ഇതുപോലെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് PV അൻവർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, UDF പോലും ഒരുപക്ഷെ അത്ര ശ്രദ്ധയില്ലാതിരുന്ന, അവഗണിക്കുമായിരുന്ന വനപാലകർക്ക് അമിതാധികാരങ്ങൾ കൊടുക്കുന്ന ബില്ലിനെ ഇപ്പോൾ UDF അടക്കം എതിർക്കേണ്ടി വരും. അദ്ദേഹം ജയിലിലേക്ക് പോകുമ്പോൾ പോലും ഏറ്റവും ഒടുവിൽ പറഞ്ഞ പ്രസ്താവന അതാണ്. കാരണം ഞാൻ ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല, പക്ഷേ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഇതൊന്ന് പരിഗണിക്കണം എന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന എന്നുള്ളതാണ്. ഇനി ഈ മണ്ടത്തരം പിണറായി വിജയൻ ആദ്യമായിട്ടാണോ കാണിക്കുന്നത്? അല്ല. കാരണം പിണറായി വിജയൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, വീട്ടിൽ ഉറങ്ങിക്കിടന്ന PC ജോർജിനെ ഒരു നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ചാൽ ഇവരൊക്കെ വരും. PV അൻവറും വരും, എല്ലാവരും വരും. അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഈ സംഭവം നടന്നതിന് ശേഷം പോലും 2 തവണ പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ PV അൻവർ ചെന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ CPM ഒരു റീ എൻട്രി കൊടുത്തേക്കാണ് ശരിക്കും PV അൻവറിന്. ഇതേപോലെ തന്നെ ഒരു റീ എൻട്രിയാണ് വെളുപ്പിന് 5 മണിക്ക് നമ്മുടെ PC ജോർജിൻ്റെ വീട്ടിൽ ചെന്ന് 10-100ഓളം പോലീസുകാർ വന്ന് നിന്ന് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ആനയിച്ച് അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്നും നേരെ തിരുവനന്തപുരം വരെ കൊണ്ടുപോയൊരു യാത്ര, അതെല്ലാം തന്നെ മാധ്യമങ്ങൾ ലൈവായി കൊടുത്തു. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് കുറച്ച് നാളുകളൊക്കെ വലിയ മാധ്യമ ശ്രദ്ധയൊന്നും കിട്ടാതിരുന്ന PC ജോർജിന് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ കിട്ടിയെന്ന് നമുക്കറിയാം. അതിനു മുമ്പ് വെണ്ണലയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തെ ഇതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച വിവരം നമുക്കറിയാം. എന്നിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് 2.5-3 മണിക്കൂർ കൊണ്ടുപോയത് നമുക്കറിയാം. ഇതെല്ലാം തന്നെ അന്ന് തന്നെ ജാമ്യം കിട്ടുകയും യഥാർത്ഥത്തിൽ കേരള പോലീസും പിണറായി വിജയൻ ഗവൺമെൻറ്റും ഒക്കെ ലഭ്യരാകുകയും ചെയ്തു. പിന്നെ ഇവരെ മാത്രമല്ല സഹായിച്ചിട്ടുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഇതുപോലെ പണ്ട് സഹായിച്ചതാണ്. എടുത്ത് ജയിലിലിട്ടത് കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ MLA ആകാൻ പറ്റി. അല്ലെങ്കിൽ കോൺഗ്രസിൽ അത്ര പെട്ടെന്നൊന്നും MLA ആകാൻ പറ്റില്ല. കാരണം വലിയ തോതിലുള്ള പൊതുജന ശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടി. ഇനി ഇത് കൂടാതെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കാർത്തികേയൻ്റെ മകൻ KS ശബരിനാഥൻ ഇതുപോലെ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയും ഇതുപോലെ അറസ്റ്റ് ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെ ജാമ്യത്തിൽ വിട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിലരെ സഹായിക്കാൻ പിണറായി വിജയൻ ഇപ്പോഴും കരുണയും കരുതലും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനി ഇതിൽ നിന്ന് പിടിച്ചു കയറേണ്ടത് PV അൻവറിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് താഴേക്ക് പോയിരുന്ന വലിയ മാധ്യമ ശ്രദ്ധ കിട്ടാതിരുന്ന PV അൻവറെ മാധ്യമ ശ്രദ്ധ കിട്ടിയിരിക്കുന്നു. ഏതാണ്ട് അദ്ദേഹം UDFിലേക്കുള്ള ഒരു ബർത്തും ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ ഉറപ്പായിട്ടും PV അൻവറിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും മിക്കവാറും സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നടത്തുക. 2026 വലിയ പ്രക്ഷോഭങ്ങളുമായി പോകുമ്പോൾ ഇതുപോലെ തന്നെ UDFിൻ്റെ വലിയ പിന്തുണ കൂടി കിട്ടും. CPM പോലൊരു പാർട്ടിക്ക് ഇത് വലിയൊരു ബ്ലണ്ടറാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒന്ന്, ഈ പറയുന്ന PC ജോർജ്, ശബരിനാഥ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതൊന്നും കൊണ്ട് പഠിച്ചില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ PV അൻവർ ഉയർത്തിയേക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അവിടെയുള്ള ഒരാൾ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള വളരെ വൈകാരിക മുഹൂർത്തത്തിൽ നിൽക്കുമ്പോഴാണ് ഈ അറസ്റ്റ് നടക്കുന്നത്. അത് PV അൻവറിനെ സഹായിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, വനപാലകർക്ക് അമിതാധികാരം കൊടുക്കുന്ന വിഷയം. ഈ വിഷയങ്ങളെല്ലാം PV അൻവറിന് അനുകൂലമായി നിൽക്കുമ്പോഴാണ്. മറ്റെന്തോരം കേസുകളിൽ വേണമെങ്കിൽ PV അൻവറിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. അതൊന്നും തേടാതെ ഇത് തന്നെ തേടിയതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നത് പിണറായി വിജയനോട് യഥാർത്ഥത്തിൽ ദേഷ്യമുള്ള ആരോ അദ്ദേഹത്തെ ഉപദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് മണ്ടരാക്കാം എന്ന് വിചാരിച്ച് ഉപദേശിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആകെ ബാക്കിയുള്ളത് AK ബാലനൊക്കെ വന്ന് ഇതിനെ ന്യായീകരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നടത്താനുള്ളൂ. അങ്ങനെ കൂടി നടന്നാൽ ഏതാണ്ട് എല്ലാം ശുഭമായി. രാഷ്ട്രീയത്തിൽ കുറച്ചൊന്ന് അപ്രസക്തനായിക്കൊണ്ടിരുന്ന PV അൻവർ ഇപ്പോൾ വീണ്ടും മുകളിലേക്ക് വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ PV അൻവറും രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ KS ശബരിനാഥനും PC ജോർജും ഒക്കെ എന്നും പിണറായി വിജയനോട് നന്ദിയുള്ളവരായിരിക്കണം.